ഇറാന്റെ മിസൈൽ ശേഖരം നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കഴിഞ്ഞ വർഷം യുഎസും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ വ്യാപകമായ വ്യോമാക്രമണങ്ങളാണ് നടത്തിയിരുന്നത്. ഈ ആക്രമണത്തിലൂടെ ഇറാന്റെ മിസൈൽ ബങ്കറുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചുവെന്ന് അക്കാലത്ത് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ തീർത്തും തെറ്റായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മിസൈൽ ബങ്കറുകൾക്ക് കേടുപാടുകൾ പറ്റിയിരുന്നെങ്കിലും അത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇറാന് പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാന്റെ മിസൈൽ ശേഖരത്തെ തകർക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രായേലും അമേരിക്കയും മുൻപ് നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങളെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ബങ്കറുകൾക്കും വിക്ഷേപണ കേന്ദ്രങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആക്രമണം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ കേന്ദ്രങ്ങൾ പ്രവർത്തനക്ഷമമാക്കാൻ ഇറാന് സാധിച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുഎസ് രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുള്ള ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ആക്രമണത്തിൽ തകർന്ന വിക്ഷേപണ തറകളിൽ നിന്നും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും പുതിയ മിസൈലുകൾ സജ്ജമാക്കാനും ഇറാന്റെ സൈനികർക്ക് മിനിറ്റുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നാണ്. ഇറാന്റെ സൈനിക സന്നാഹങ്ങളിൽ ഡെക്കോയ്സ് അഥവാ വ്യാജ വിക്ഷേപണ സംവിധാനങ്ങൾ എത്രത്തോളം വലിയ സ്വാധീനം ചെലുത്തുന്നുവെന്നും ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഇസ്രായേൽ തകർത്ത പല സൈലോകളും യഥാർത്ഥത്തിൽ മിസൈലുകൾ ഉള്ളവയല്ലായിരുന്നു, മറിച്ച് ശത്രുവിനെ കബളിപ്പിക്കാൻ ഇറാഖ് യുദ്ധകാലത്തെ വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ കേന്ദ്രങ്ങളായിരുന്നു. ഇസ്രായേൽ തൊടുത്തുവിട്ട പല മിസൈലുകളും ഈ വ്യാജ വിക്ഷേപണ തറകളിലാണ് പതിച്ചത്. ഇതുമൂലം ഇറാന്റെ യഥാർത്ഥ മിസൈൽ ശേഷി എത്രത്തോളം തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ പക്കൽ ഇസ്രായേലിനെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള 2000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ ഫതാഹ് 1 ഹൈപ്പർസോണിക് മിസൈലുകൾ, ഖൈബർ ഷെക്കാൻ, ഹജ് ഖാസിം തുടങ്ങിയ അത്യാധുനിക മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തെഹ്റാനിലെ ഷാരൂഖ് സ്പേസ് സെന്ററിലും ഖോജറിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചന. ഖോജറിൽ മാത്രം 2 വലിയ കെട്ടിടങ്ങൾ തകർന്നിരുന്നു. ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം ഇറാന്റെ മിസൈലുകളിൽ ഉപയോഗിക്കുന്ന സോളിഡ് ഫ്യൂവൽ കലർത്തുന്നതിനുള്ള പ്ലാനറ്ററി മിക്സറുകൾ തകർക്കുക എന്നതായിരുന്നു. ഇറാന്റെ പക്കലുണ്ടായിരുന്ന 12ഓളം അത്യാധുനിക മിക്സറുകൾ ഇസ്രായേൽ നശിപ്പിച്ചതായാണ് വിവരം. ഇത്തരം യന്ത്രങ്ങൾ പുനർനിർമ്മിക്കാനോ വിദേശത്ത് നിന്ന് എത്തിക്കാനോ വർഷങ്ങളോളം സമയമെടുക്കുമെന്നതിനാൽ ഇറാന്റെ മിസൈൽ ഉൽപാദന ശേഷിയെ ഇത് സാരമായി ബാധിക്കുമെന്നാണ് ഇസ്രായേൽ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇതിനെ മറികടക്കാനുള്ള രഹസ്യ നീക്കങ്ങൾ ഇറാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇറാന്റെ സൈനിക നീക്കങ്ങൾ കൂടുതൽ തീവ്രമായതായി കാണാം. ഇസ്രായേലിലെ തെല്ലവീവിന് സമീപമുള്ള നെവാറ്റിം എയർബേസ് ഉൾപ്പെടെയുള്ള സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ച് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഇസ്രായേൽ ഒക്ടോബർ 26-ന് ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൽ ഇറാന്റെ S-300 വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ തകർത്തിരുന്നു. ഇതിനുശേഷം ഏപ്രിൽ 2026-ലേക്ക് എത്തുമ്പോൾ ഇറാൻ തങ്ങളുടെ ഭൂഗർഭ സൈനിക സങ്കേതങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകളുണ്ട്. പർവ്വതങ്ങൾക്കുള്ളിൽ 100 കണക്കിനടി ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മിസൈൽ നഗരങ്ങൾ തകർക്കുക എന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുദ്ധം 1 മാസത്തിലേറെ പിന്നിടുമ്പോഴും ഇറാന്റെ പ്രത്യാക്രമണ ശേഷി പൂർണ്ണമായി നശിച്ചിട്ടില്ല എന്നത് ഇസ്രായേലിനെ ആശങ്കയിലാക്കുന്നുണ്ട്. അമേരിക്ക നൽകുന്ന സാങ്കേതിക സഹായവും പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇസ്രായേൽ ഈ ഭീഷണിയെ നേരിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തകർന്നയിടത്തു നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഇറാന്റെ സൈനിക രീതി ഒരു പുതിയ തരം യുദ്ധതന്ത്രത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ബങ്കറുകളും റോഡുകളും പാലങ്ങളും തകർത്തുകൊണ്ട് ഇറാന്റെ മിസൈൽ നീക്കങ്ങളെ തടയാൻ ഇസ്രായേൽ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അത്യാധുനിക തുരങ്ക ശൃംഖലകൾ വഴി മിസൈലുകൾ അതിവേഗം നീക്കം ചെയ്യാൻ ഇറാന് സാധിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ പോരാട്ടം എങ്ങോട്ട് തിരിയുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ മിസൈൽ ശേഷിയും ഇസ്രായേലിന്റെ ഇന്റലിജൻസ് കരുത്തും തമ്മിലുള്ള ഈ യുദ്ധം പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിവരച്ചേക്കാം.